നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് സാമ്പത്തികം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾക്കൊക്കെ എന്താ ഉദ്ദേശം വെച്ചാൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു കോണിയും വെക്കും, അതിൻ്റെ മുകളിലൊരു ബിൽഡിങ് പണിയും, അത് ഒരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു വീട് പണിയും, ഇവരെ വാടകയ്ക്ക് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വേറെ വീട് പണിയും, അവരും വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ജോലി ഇല്ലെങ്കിലും പൈസ ആയാലും ജീവിക്കാനുള്ള സാമ്പത്തികം ആ വാടകയിൽ നിന്ന് കിട്ടും. ഈ സംഭവം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലുള്ള വിദ്യാമന്ദിർ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ്. ആ സ്ട്രീറ്റിലാണ് നമ്മുടെ സുന്ദരിയായ ഭാര്യയുടെ പേര് കാർത്തി, അതുപോലെ തന്നെ അമ്മയുണ്ട്, അമ്മയുടെ പേര് രുക്മണി, അതുപോലെ തന്നെ 2 പൊന്നുപോലത്തെ മക്കളുണ്ട്, അവർ സ്കൂളിൽ പോകണം. അപ്പോൾ ഈ 2 കുട്ടികളും ഈ ഭർത്താവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രവി, അദ്ദേഹത്തിന് IT കമ്പനിയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവരുടെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തു നോക്കുക. അതും IT കമ്പനികളിൽ ജോലിയുള്ള 2 കൂട്ടുകാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാടകയുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ പണിതിട്ടില്ല കേട്ടോ, അതിൻ്റെ മുകളിൽ പണിയണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. അങ്ങനെ നല്ല നിലയിൽ നല്ല സാമ്പത്തികം വരുന്നു, അതിനുള്ള പിന്നെ നല്ല സാലറി ഉണ്ട്, അതുപോലെ തന്നെ വാടക കിട്ടുന്നു. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടുപോകണമെന്നൊരു ഒരു കുടുംബമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് അലക്സ്. എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്സ് ജോലി ചെയ്യുന്ന IT കമ്പനിയിൽ നിന്ന് അലക്സിൻ്റെ ജോലി നഷ്ടപ്പെടണം. അപ്പോൾ അത്ര തന്നെ ശമ്പളമുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി മൂപ്പര് വേറെ കമ്പനികൾ കുറേ IT കമ്പനികളിൽ കുറേ അവർക്ക് ഇങ്ങനെ വർക്കുകൾ കിട്ടാണ്ടാകുമ്പോൾ അവർ കുറേ ആൾക്കാരെ പറഞ്ഞയക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വേറെ കമ്പനികളിൽ ജോലിക്ക് കയറും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പുറത്താക്കണതിൽ ഈ അലക്സും പെട്ടു. അലക്സ് അങ്ങനെ പുറത്ത് പോയി. അപ്പോൾ അലക്സ് പിന്നെ പുതിയ ജോലികൾ ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു. അപ്പോൾ കുറേ നാളത്തേക്ക് അലക്സിന് ജോലി ഇല്ല. അപ്പോൾ അലക്സിൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ എന്തുണ്ടായി ജോലിക്ക് പോകും. ഇവനാച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിപ്പായി. അത്യാവശ്യം അവിടെ നിന്ന് ഇവിടത്തേക്കൊക്കെ ഓരോ ആപ്ലിക്കേഷനുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. എല്ലാ കമ്പനികളിലേക്കും മുമ്പ് മെയിലായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും ഒക്കെ റൂമിലിരുന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ജോലി ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ചോട്ടിലുള്ള നമ്മുടെ കാർത്തിനെയൊക്കെ ഇവർ കാണാറുണ്ടെങ്കിലും അടുത്ത ഇടപഴകാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടിയത് ഈ അലക്സിന് ജോലി ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ എന്നും ഡ്രസ്സൊക്കെ ഉണക്കാനായിട്ട് ഇടാനായിട്ട് നമ്മുടെ കാർത്തി ചെല്ലുമ്പോൾ കാണാറുണ്ട്. അതുപോലെ തന്നെ അലക്സും കാണാറുണ്ട്. അവരവിടെ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുറേ നേരം വർത്താനം പറയും. അമ്മ രുക്മിണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് മുകളിലേക്ക് കയറില്ല. ആ പണിയൊക്കെ മരുവോളം ഇനി പോയി ചെയ്യാറ്. അങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഭാര്യയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തിക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. ഇദ്ദേഹം കുറേ കോമഡികൾ പറയും, കുറേ തമാശകൾ പറയും, ഇദ്ദേഹത്തിൻ്റെ കുറേ ഉണ്ടായ കുറേ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ കാർത്തിയുടെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ആർക്കും ഉണ്ടാവില്ല, സ്ത്രീകൾക്ക് ഉണ്ടാവില്ലോ. അപ്പോൾ അവളുടെയും കുറേ കാര്യങ്ങൾ പറയും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഏത് നേരം പണി എന്ന് പറഞ്ഞാൽ അത് ഈ IT കാരുടെ സ്വഭാവമാണ്. സ്നേഹിക്കാനായിട്ട് സമയമില്ല. കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്. ഒന്ന് പുറത്ത് പോകാനോ ഒന്ന് എൻജോയ് ചെയ്യാനോ പറ്റുന്നില്ല. എത്ര നാളായി ഒന്ന് ടൂറ് പോകണം കാര്യങ്ങളൊക്കെ പറയണം. 2 കുട്ടികളെയും കൊണ്ടൊന്ന് ടൂറ് പോകണമെന്ന് വിചാരിക്കുന്നു, നാട്ടിലേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അതിനും കൂടി അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിന് ഒട്ടും സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവന് മനസ്സിലായി ഇത് സ്നേഹം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുമുണ്ട്. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് 2 പേരും അടുത്തു. അപ്പോൾ പൈസ എത്ര ഉണ്ടെങ്കിലും എത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാര്യമാർക്ക് 2 കുട്ടികളുള്ളൊരു സ്ത്രീയാണ് ഈ കാർത്തി എന്ന് പറയുന്നത്. 2 കുട്ടികളുണ്ടെങ്കിൽ പോലും വേറൊരു പുരുഷനായിട്ട് ബന്ധപ്പെടാനും അതുപോലെ തന്നെ സംസാരിക്കാനും അവരെ സംസാരം കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവർ പിന്നെ ഏത് നേരം കാണലായി, സംസാരിക്കലായി, ഫോൺ നമ്പർ കൈമാറി ഫോണിൽ കൂടെ സംസാരിക്കലായി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്നും 1, 2, 3 പ്രാവശ്യമൊക്കെ മുകളിലേക്ക് ഈ ഡ്രസ്സ് ഇടാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു സംശയം, എന്തിനാ ഇത്രയും ദിവസം എങ്ങനെയൊക്കെ പോണത്, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം, എന്തിനാ അല്ല മഴ വരുന്നുണ്ടെങ്കിൽ എടുക്കാനാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെ ഇനി ഉള്ള ടെറസിൻ്റെ മുകളിൽ പോണത്. അപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ ഒരു സംശയം. ഒരു ദിവസം ഇതുപോലെ തന്നെ അമ്മ പതുക്കെ ഇവള് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ സ്റ്റെപ്പ് കയറി ചെന്ന് നോക്കിയപ്പോൾ ഇവർ 2 പേരും കെട്ടിപ്പിടിച്ച് നിൽക്കണ കാണുന്നു ടെറസിൻ്റെ മുകളിൽ. അമ്മ അത് കണ്ട് ഇറങ്ങി വന്ന് ചോട്ടിലിരുന്നു. ഇവൾ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, നിനക്കും ആ മുകളിൽ ആ പയ്യനായിട്ട് എന്താ ബന്ധം?
അപ്പോൾ ഒരു ബന്ധമില്ല. അദ്ദേഹം അവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നു, ഞാനവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നു. ഞങ്ങൾ കണ്ടു മാത്രമല്ല, ഞങ്ങൾ സംസാരിക്കാറില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാം കണ്ടു, നിങ്ങളുടെ എല്ലാ ഇടപാടും ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയണത്, ഒരു കുടുംബം തകർന്നു പോണ പണിയാണ് നീ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തിക്കോ, ഇനി ഈ പരിപാടി നീ ചെയ്യരുത്, നീ എന്താണെന്നുള്ളപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാനിതിപ്പോൾ അവരോട് പറയാനൊന്നും പോകുന്നില്ല, നീ ഇതിവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര ദൈവം അമ്മായിമ്മ കണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമമുണ്ടായി. ആ കാര്യങ്ങളൊക്കെ ഫോണിൽ വിളിച്ചിട്ട് അലക്സിനോട് പറഞ്ഞു, നമ്മൾ കെട്ടിപ്പിടിച്ച് നിങ്ങൾ കണ്ടു, അപ്പോൾ ഇനി നമുക്കൊന്ന് സൂക്ഷിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നീക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അലക്സ് പറഞ്ഞു, അത് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ അങ്ങനെ അമ്മ കണ്ടാലും ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ ഒരു ബന്ധപ്പെടാനുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഒരു 4 ദിവസം 5 ദിവസമൊക്കെ എന്നും അവർ ഉള്ള ലൈംഗിക ബന്ധത്തിൽ പറ്റാണ്ടായപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായി. അങ്ങനെ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു ദിവസം ഈ രുക്മിണി ഒരു ദിവസം ആ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകുമ്പോൾ പറഞ്ഞു, അമ്മ ഇന്ന ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഞാനങ്ങോട്ട് റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മ അമ്പലത്തിൽ പോയോട് കൂടിയിട്ട് ഇവള് പതുക്കെ പോയിട്ട് അലക്സിൻ്റെ റൂമിൽ ചെല്ലും. റൂമിൽ ചെന്ന വഴിക്ക് വാതിലടച്ച് പരിപാടി തുടങ്ങണ നേരത്ത് അമ്മ അത് ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ്, ഇവള് ഇനി ഇതിന് ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി അമ്മ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒളിച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ തിരിച്ച് വന്നിട്ട് മുകളിൽ ചെന്ന് വാല് തട്ടിയപ്പോൾ തുറന്നപ്പോൾ 2 പേരും ഓരോ പകുതി ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പം തന്നെ ആ അലക്സ് എന്ന് പറഞ്ഞവൻ്റെ ചെകിട്ടത്ത് നോക്കി ഒരെണ്ണം കൊടുത്തു, ഇവൾക്കും കൊടുത്തു ഒരെണ്ണം. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അതനുസരിച്ചില്ല, വീണ്ടും നിങ്ങൾ ഇതന്നെ തുടർന്നു. അപ്പോൾ 2 പേരും പറഞ്ഞു, ഇപ്രാവശ്യത്തേക്ക് മാപ്പ് തരിക. അലക്സ് പറഞ്ഞു, ഞാൻ ആളെ തന്നെ. അപ്പോൾ അലക്സിനോട് പറഞ്ഞു, നീ ഇപ്പം തന്നെ അവിടെ വീട് കാലിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 2 ദിവസം എനിക്കറിയാം, ഒരു സമയം തന്നാൽ മതി, ഞാൻ വീട് ഒഴിഞ്ഞോളാന്ന് പറഞ്ഞു. ഇത് കാര്യം ആ ഇപ്പോഴുള്ള ഭർത്താവിനോട് പറയരുതെന്ന് പറഞ്ഞു. ശരി, ഇതും കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും ആ അമ്മ ക്ഷമിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുവോളും ഈ കാർത്തിയും ഈ അലക്സും കൂടിയിട്ട് ഒരു പരിപാടി ഇട്ടു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ബന്ധപ്പെടാനോ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അമ്മ അത് പറയും അവരോട്. അപ്പോൾ അമ്മ പറയാണ്ടിരിക്കാനായിട്ട് അമ്മേനെ നമുക്കിനി കൊന്നു കളയേ പറ്റുള്ളൂ. ആളെ കൊന്നു കളഞ്ഞാലാണെങ്കിൽ ഇനി നടക്കുള്ളൂ. അപ്പോൾ കാർത്തി ചോദിച്ചു, എങ്ങനെ നമ്മൾ കൊല്ലും ഈ അമ്മേനെ? ഞാൻ തയ്യാറാണ് അമ്മേനെ കൊല്ലാനായിട്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ നടപ്പാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു 5 മണിയാകും, 4 മണി 5 മണി ആകുമ്പോൾ നീ നേരിട്ട് പച്ചക്കറി മേടിക്കാനായിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോൾ പച്ചക്കറി മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പൊക്കോ, അമ്മ അവിടെ ഉണ്ടല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു 5 മണിയായപ്പോൾ മാർക്കറ്റിലേക്ക് പോയ നേരത്ത് ഇവനും പുറത്ത് പോയി. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കൽ ഇവനും പുറത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെയും കൂടെ വന്നിട്ട് ഈ അമ്മേനെ ശരിക്കും പറഞ്ഞ് തലോണ വെച്ചിട്ട്, അമ്മ ബെഡ്റൂമിൽ കിടക്കാറുണ്ട്, അതിലിറങ്ങി വന്നിട്ട് തലോണ വെച്ചു ആ അമ്മേനെ കൊന്നിട്ട് ബാത്റൂമിൽ കൊണ്ടിട്ടു. ബാത്റൂമിൽ തല ഒരു സ്ഥലത്ത് ഇടിപ്പിച്ചിട്ട് ബാത്റൂമിലിട്ടു. എന്നിട്ട് ഇവൻ പോയി. അത് കഴിഞ്ഞിട്ട് കാർത്തി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തി മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഭർത്താവിനെ വിളിച്ചു. അതേ, സാധനങ്ങൾ കുറേ ഉണ്ട്, നിങ്ങൾ ആ വണ്ടിയും കൊണ്ട് ഈ വഴിക്ക് പോവാ, ഞാനിവിടെ ഉണ്ട്, നമുക്ക് ഈ സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഇനി ഓട്ടോറിക്ഷക്കാർക്ക് കാശ് കൊടുത്തിട്ട് വരണ്ടല്ലോ എന്ന് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ശരിക്ക് വന്നു. അപ്പോൾ ഭർത്താവ് ഞാൻ വരാൻ കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. കാറും കൊണ്ട് വന്നു. ആ കാർത്തിനെ അതിൽ കയറ്റി 2 പേരും കൂടിയിട്ട് ഇവിടെ വീട്ടിൽ വന്നു നോക്കിയപ്പോൾ പിന്നെ വാതിൽ ഇതുപോലെ തന്നെ ചാരി കിടക്കുന്നു, വാല് അടച്ചിട്ടില്ല. അങ്ങനെ വാല് തുറന്നു. അമ്മേനെ വിളിക്കുന്ന ഭർത്താവ് അമ്മേനെ വിളിച്ച് കുറേ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേനെ കാണാനില്ല. അങ്ങനെ ബാത്റൂമിൽ നോക്കിയപ്പോൾ എൻ്റെ ബാത്റൂമിൻ്റെ തല ഇടിച്ച് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ തന്നെ അപ്പോഴേക്ക് അമ്മായിമ്മനെ വീണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് അഭിനയിച്ചു, ഓടിയിട്ട് കരഞ്ഞു. അപ്പോഴേക്ക് ഇപ്പം താങ്ങി എടുത്തു കൊണ്ടുവന്നു, ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ മരിച്ചു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അങ്ങനെ ആ അമ്മേനെ കുഴിച്ചിട്ടു. ഇവർക്ക് പിന്നെ സുഖമായി. ഇവർക്ക് ഒരു 5-8 ദിവസം ഭർത്താവ് ജോലിക്ക് പോയില്ല. അത് കഴിഞ്ഞ് ആൾ ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെ ഇവർക്ക് പിന്നെ ലൈസൻസ് കിട്ടിയ പോലെ അങ്ങനെ ഒരു ബന്ധം തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അലക്സിൻ്റെ കൂടെയുള്ള ആൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവളായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഇവൻ്റെ ഫോണിൽ ഇവളുടെ ഫോട്ടോസുകൾ കാണുന്നതും ചാറ്റിങ് കാണുന്നതും മറ്റുള്ള കാര്യങ്ങളും അന്നുണ്ടായ ഇതിൻ്റെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, നമുക്കിനി ഒരു കുഴപ്പമില്ല, അങ്ങനെ പല ചാറ്റിങ്ങുകളും കിടക്കുന്നുണ്ട്. ഇതൊക്കെ അലക്സിൻ്റെ റൂംമേറ്റ് ഇതൊക്കെ കണ്ടു. അദ്ദേഹം രഹസ്യമായിട്ട് ഭർത്താവിനോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അമ്മ മരിച്ചത് എനിക്ക് സംശയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അമ്മേനെ കൊന്നതാണോന്നൊരു സംശയം എനിക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടു, നിങ്ങളതൊന്ന് നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് കേട്ടോട് കൂടിയിട്ട് ഇദ്ദേഹം വന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തു. എൻ്റെ അമ്മേലെ മരിച്ചതിൽ എനിക്ക് സംശയമുണ്ട്, അമ്മേനെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് പറഞ്ഞിട്ട്. അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല, മറ്റു പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും വിളിച്ച് ചോദ്യം ചെയ്തു. ആദ്യമൊന്നും ഇവർ സമ്മതിച്ചില്ല, പക്ഷേ പോലീസിൻ്റെ മുറയിൽ തെളിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചോദിച്ചപ്പോൾ ഇവർക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവർ സമ്മതിച്ചു. കാർത്തിക്ക് 5 കൊല്ലം, അവന് 7 കൊല്ലം അങ്ങനെ കഠിന തടവ് കിട്ടി. അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ ഒരു അവിഹിതം ഉണ്ടോ അവിടെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ക്രൈം നടന്നിരിക്കും. എവിടെ അവിഹിതം ഉണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്ത് ലോകം അറിയുന്നു മാത്രമല്ല ആ അറിയിനോട് കൂടി എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അത്ര തന്നെ. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് അടിക്കാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നിട്ട് ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ കമൻറ്റ് ഇടാൻ വൈകിയുണ്ടെങ്കിൽ ഒന്നൊരു കമൻറ്റ് ഇട്ടോളൂ. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞല്ലോ, അപ്പോൾ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ സന്തോഷം. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.